മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ, മഹാനടൻ മമ്മൂട്ടി, അതെ, നമ്മുടെ സ്വന്തം മമ്മൂക്ക വീണ്ടും തിരിച്ചു വരികയാണ്. അസുഖങ്ങളെല്ലാം ഭേദമായി വീണ്ടും ആ ബിഗ് സ്ക്രീനിൽ നമുക്ക് ആ തലയെടുപ്പോടുകൂടി ആ മുത്തിനെ വീണ്ടും കാണാം. അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ടുള്ള ചെക്കപ്പ് കൂടി കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിനൊരു പ്രശ്നവുമില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയതിൻ്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും എല്ലാ മലയാളികളുടെ മുക്കിലും മൂലയിലും സംസാര വിഷയമാണ്. സന്തോഷത്തിലാണ്. ഈ ഒരു നിമിഷത്തിൽ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ പ്രിയ അനുജൻ ഇബ്രാഹിം കുട്ടി തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വാക്കുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: കാറും കോളും ഭീതിയിലാക്കിയ ഒരു വലിയ കടൽ താണ്ടിയതിൻ്റെ ആശ്വാസം, ഉള്ളിലടക്കിയ ആശങ്കകളെല്ലാം അസ്തമിച്ചു. ഇനി മടങ്ങി വരവാണ്. കുറേ നാളുകളായി കാണുന്ന ഇടങ്ങളിലെല്ലാം ഓരോ മനുഷ്യരുടെയും അന്വേഷണം ഇച്ഛാക്കയെക്കുറിച്ച് മാത്രമായിരുന്നു. സീരിയൽ ചിത്രീകരണത്തിനായുള്ള യാത്രകളിലടക്കം റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും വഴിവക്കിലും ചിത്രീകരണ സ്ഥലത്തും എവിടെ പോയാലും ആളുകൾ വന്ന് ചോദിക്കും സ്നേഹത്തോടെ, മമ്മൂക്ക ഓക്കെയല്ലേ? അതേ എന്ന് പറഞ്ഞു മടങ്ങുമ്പോൾ അവരുടെ മുഖത്തെ അഭാവം ഒരു മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം തെളിയിക്കുന്നതായിരുന്നു. ലോകം മുഴുവൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് ഞാൻ കണ്ട ലോകമെല്ലാം പ്രാർത്ഥനയിലായിരുന്നു. ഇച്ഛാക്കയുടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ആഗ്രഹത്തിലായിരുന്നു. അത്ര കാര്യമായ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്നാലും ഒരു വിങ്ങൽ ബാക്കി നിന്നിരുന്നു മനസ്സിൽ. ഓരോ ശ്വാസത്തിലും പ്രാർത്ഥിച്ചിരുന്നു. കോടിക്കോടി മനുഷ്യർക്കൊപ്പം ഇന്നിപ്പോൾ എല്ലാ പ്രതിസന്ധികളും മറികടന്നിരിക്കുമ്പോൾ ഒരു കടൽ നീന്തിക്കടന്ന ആശ്വാസം. നന്ദി. ഉപാധികളില്ലാതെ ഇച്ഛാക്കയോടുള്ള സ്നേഹം കൊണ്ടു നടന്നവർക്ക്, പ്രാർത്ഥിച്ചവർക്ക്, തിരിച്ചു വരാൻ വളരെയധികം ആഗ്രഹിച്ചവർക്ക്, പിന്നെ ഓരോ മനുഷ്യനും ദൈവത്തിനു നന്ദി. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം കുട്ടി. ഇതിലൂടെ സ്വന്തം ഇക്കാക്കയ്ക്ക് വേണ്ടി, സ്വന്തം ഇച്ഛാക്കയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ, ഒരു അനുജൻ എത്രത്തോളം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്, ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ലോക മലയാളികൾ ആ സന്തോഷം കൊണ്ടാടുകയാണ്. അവരുടെ ഓരോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും മമ്മൂക്കയുടെ ചിത്രങ്ങളും അടിക്കുറിപ്പുകളും നിറയുകയാണ്. അതെ, മലയാളം ഉള്ളിടത്തോളം കാലം, മലയാളി ഉള്ളിടത്തോളം കാലം നമ്മുടെ മമ്മൂക്ക ഇങ്ങനെ, ലാലേട്ടനും ഇങ്ങനെ അജയ്യമായി തുടർന്നുകൊണ്ടേയിരിക്കും.